അല്ല, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ കുറേ സ്പോണ്ടേനിയസ് ആയിട്ട് ഉള്ള ഒരു വലിയ മൂവ്മെൻ്റ് ആയിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അത് എന്തുമാത്രം ശക്തമായി വരും ദിവസങ്ങളിൽ പോകുന്നു എന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഭൂതപൂർവമായ ഒരു മുന്നേറ്റമായി അത് പരിണമിച്ചിരിക്കുന്നു. ഞാനതിൻ്റെ ചില കാരണങ്ങൾ പറഞ്ഞു. ഞാൻ ഈ പപ്പട്ടം പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഈ പറഞ്ഞതേ, അദ്ദേഹം ഇതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ബി ജെ പിക്കകത്ത് തന്നെ ഒരു പ്രത്യേക ടൈപ്പ് നേതാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയം ഡൈവേർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഈ കൽക്കരിയും മറ്റു ഈ വിഷയങ്ങളും സാർ നമുക്ക് അതൊക്കെ ഒരുപാട് ഡിബേറ്റ് ചെയ്യാം. ഞാൻ അതിന് പരസ്യമായ സംവാദത്തിനൊക്കെ തയ്യാറാണ്. നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് കുംഭകോണവും നിങ്ങളെ ഓൺ പാർട്ടി ഫണ്ടും കൊടകര കേസ് ഉൾപ്പെടെ അയോധ്യ ഈ തട്ടിപ്പ് ഉൾപ്പെടെ എന്തെല്ലാം കാര്യം അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ ഈ ചർച്ചേനെ വഴിതെറ്റിക്കേണ്ട ദയവായിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇത്ര ഭീകരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് യുവമോർച്ച നേതാക്കന്മാർ ഉൾപ്പെടെ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. അവർ പിന്നെ അറസ്റ്റ് ചെയ്യുന്നു നമുക്കറിയാം. അതൊക്കെ മാധ്യമങ്ങളിൽ വന്ന ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത. എന്നിട്ട് ഒരു കേന്ദ്രമന്ത്രി ഇത്രയും കുട്ടികൾ ആത്മഹത്യ ചെയ്ത് 10-22 ലക്ഷം ആളുകളുടെ ഭാവി തുളച്ചിട്ട് അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. അയാളോടൊന്ന് രാജിവെക്കാൻ പറയാനുള്ള മര്യാദയില്ലാതെ CPI കൽക്കരി കുംഭകോണക്കാർ പിന്താങ്ങിയില്ലെന്ന് ചോദിക്കുന്നത് എന്തൊരു ശുദ്ധ സംബന്ധമാണ്. ഞാൻ അഭിലാഷ് പറയുമ്പോൾ എനിക്ക് ഇതിനകത്ത് കൂടുതൽ സമയം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ ഒരു കമ്മിറ്റ്മെന്റിലൂടെ എനിക്ക് 8 മണി വരെ മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. ആദർശം മറ്റു സുഹൃത്തുക്കൾ ഇത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഇന്ത്യയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്നത് നാടിൻ്റെ ഒരു ആവശ്യമാണ്, ഒരു പൊതുവികാരമാണ്. ധാർമ്മികമായൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഇത് ആരെങ്കിലും എടുക്കേണ്ട ഉത്തരവാദിത്വം. ഈ 3 കൊല്ലത്തിനുള്ളിൽ 8 പരീക്ഷ ചോർന്നിട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുറച്ചിട്ട് കൽക്കരി കുംഭകോണവും ജൂജി സ്കാമും പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് അപ്പൊ എന്തൊരു സമീപനാണത്? അതുകൊണ്ട് നിങ്ങൾ ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സമരം നടത്തുന്നൊന്നും പറയാതെ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായ സമരം നടക്കുന്നു. ആ സമരത്തിന്റെ മുമ്പിൽ അവസാനം ഇത് ഞങ്ങളെല്ലാവരും ഉന്നയിച്ച ആവശ്യമാണ്. നിങ്ങൾ അതിനെ കൺസീഡ് ചെയ്ത് ആ മന്ത്രി രാജിവെച്ച് പോകണം എന്നുള്ളതാണ് മിനിമം ആവശ്യം. അത് അംഗീകരിക്കുന്നവരെ സമരം പല രൂപത്തിൽ തുടരും. CJP മാത്രമല്ല, മറ്റ് ധാരാളം പാർട്ടികൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങളെല്ലാം ആവശ്യം ഉന്നയിച്ചവരാണ്. ഞാൻ ഇതും കൂടെ പറഞ്ഞു നിർത്താം. പാർലമെന്റിനകത്ത് ആ പ്രശ്നം വളരെ ശക്തമായിട്ട് ഇന്ന് ഉന്നയിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ബഹളത്തിലാണ് കലാശിച്ചത് 2 സഭകളിലും. നാളെയും അത് മുന്നോട്ട് കൊണ്ടുപോയി ആ സമരം തുടരും. അയോധ്യ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള അതിഭീകരമായ പ്രശ്നങ്ങൾ പിന്നാലെ വരാനിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രസ്സിംഗ് ഡിമാൻഡ് ഇതായതുകൊണ്ടാണ് ആ വിഷയം ഉയർത്തുന്നത്. അന്നേരം കേരളത്തിലെ ഒരു BJP വക്താവ്, ഇന്ത്യയിൽ ഏറ്റവും അഴിമതി നിറഞ്ഞൊരു പാർട്ടിയുടെ വക്താവ് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയാ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ശരി.